എൻ്റെ കണക്കിന് BJP പാലക്കാട് സീറ്റ് എന്തായാലും നേടും. മറ്റു പലയിടത്തും നില മെച്ചപ്പെടുത്തും. അതിന് എൻ്റെ അടുത്ത് കണക്കൊന്നും ഉണ്ടായിട്ട് പറഞ്ഞാലേ, ഞാൻ കണക്ക് വെച്ചിട്ടല്ല സംസാരിക്കുന്നത്. കാരണം അവിടെ ജനങ്ങൾ അത്ര നാണം കെട്ടുപോയില്ലേ. അവരത്ര ആഘോഷമായിട്ട് ജയിപ്പിച്ച ഒരു MLA ഇങ്ങനെയൊക്കെ പെരുമാറുക എന്ന് പറഞ്ഞാൽ, അയാൾ എന്താ പറയുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നല്ലോ പറഞ്ഞത്. അയാളെന്താ പറഞ്ഞത്? നിയമപരമായി തെറ്റില്ല എന്നാ. ധാർമ്മികമായി തെറ്റാണല്ലോ ചെയ്തോക്കെ. വേറൊരുത്തൻ്റെ ഭാര്യയാണ് എന്നറിയുമായിരിക്കെ വിവാഹ വാഗ്ദാനം നൽകി അവരായിട്ട് ഇണചേരുക എന്ന് പറയുന്നത് ധാർമ്മികമായിട്ട് തെറ്റല്ലേ? ഒന്നും രണ്ടും അല്ല. അതിപ്പോൾ ഇത്രയും നമുക്ക് അറിഞ്ഞുകൂടാ. 3 കേസ് ഇപ്പോൾ അയാളുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അയാളിപ്പോൾ ജയിലിൽ കിടക്കുകയാണല്ലോ. അപ്പോഴയാൾ പറഞ്ഞത് നിയമത്തിൻ്റെ മുമ്പിൽ ഞാൻ കുറ്റവാളിയല്ല എന്നാ. ധർമ്മത്തിൻ്റെ മുമ്പിലോ സദാചാരത്തിൻ്റെ മുമ്പിലോ അതൊക്കെ അവിടുത്തെ വീട്ടമ്മമാർ കേൾക്കുമല്ലോ, പെൺകുട്ടികൾ കേൾക്കുമല്ലോ അല്ലേ, ആണുങ്ങളും കേൾക്കും. അപ്പോൾ അവർക്ക് അവിടുത്തെ അദ്ദേഹത്തിന് വോട്ട് ചെയ്തവരും അല്ലാത്തവരും അവിടുത്തെ മനുഷ്യന്മാരുണ്ട്. UDF വോട്ട് ചെയ്തവരും LDF വോട്ട് ചെയ്തവരും BJP അവരുടെയും കൂടി MLA ആണ് അദ്ദേഹം. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ എല്ലാ മനുഷ്യൻ്റെയും MLA ആണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അവരുടെ MLA ആണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. മനുഷ്യന് നാണക്കേട് തോന്നുന്നല്ലോ. അപ്പോൾ അതിനോടൊരു കയ്പ് വരും. അത് ഇലക്ഷനിൽ കാണും.